നടിയും മോഡലുമായ ട്വിഷ ശർമ്മയെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ VIP പരിഗണന നൽകുന്നതായി ഗുരുതരാരോപണം. എന്നാൽ ആരോപണം പൂർണ്ണമായും നിഷേധിച്ച് ജയിൽ അധികൃതർ രംഗത്തെത്തി. മറ്റ് വിചാരണ തടവുകാരെ പോലെയാണ് ഇരുവരെയും പാർപ്പിച്ചിരിക്കുന്നതെന്നും പ്രത്യേക പരിഗണന നൽകുന്നില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. CBI കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിനു ശേഷമാണ് കേസിൽ പ്രതികളായ ട്വിഷയുടെ ഭർത്തൃമാതാവും വിരമിച്ച ജഡ്ജിയുമായ ഗിരിബാല സിംഗ്, മകൻ സമർത്ഥ് സിംഗ് എന്നിവരെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. എന്നാൽ ഭോപ്പാൽ സെൻട്രൽ ജയിലിനുള്ളിൽ ഇരുവർക്കും പ്രത്യേക സുഖസൗകര്യങ്ങൾ ഒരുക്കുന്നുവെന്നാണ് നിലവിൽ ഉയരുന്ന ആക്ഷേപം. എന്നാൽ ആരോപണങ്ങൾ ജയിൽ അധികൃതർ പൂർണ്ണമായും നിഷേധിക്കുന്നു. ജയിൽ ചട്ടങ്ങളും കോടതി നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചാണ് പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ട്വിഷയുടെ ഭർത്താവായ സമർത്ഥ് സിംഗിനെ മറ്റ് വിചാരണ തടവുകാരെ പോലെ 4-ാം നമ്പർ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇയാൾക്കായി പ്രത്യേക കൂടിക്കാഴ്ച മുറിയോ VIP സൗകര്യങ്ങളോ നൽകിയിട്ടില്ലെന്ന് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഗിരിബാല സിംഗിനെ വനിതാ വിഭാഗത്തിലെ സെഷൻ Aയിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കുമായി നീക്കിവെച്ചിട്ടുള്ള സെല്ലാണിത്. അവരെ സുരക്ഷിതമായി പ്രത്യേകം പാർപ്പിക്കണമെന്ന കോടതി ഉത്തരവ് നിലവിലുള്ളതിനാലാണ് ഈ നടപടിയെന്നും ജയിൽ വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം ജയിലിൽ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അതീവ ജാഗ്രത VIP ആനുകൂല്യങ്ങളുടെ ഭാഗമല്ലെന്നും പ്രതിയുടെ സുരക്ഷ മുൻനിർത്തിയാണിതെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. ഗിരിബാല സിംഗ് ഭോപ്പാൽ ജില്ലാ കോടതിയിൽ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചിരുന്ന കാലയളവിൽ ശിക്ഷിച്ച 29 തടവുകാർ നിലവിൽ ഇതേ ജയിലിൽ കഴിയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവർക്ക് നേരെ ആക്രമണമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ജയിലിൽ അധിക ഗാർഡുകളെ വിന്യസിച്ചതും CCTV നിരീക്ഷണം ശക്തമാക്കിയതും. ജയിലിലെ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ക്യാന്റീൻ ഉപയോഗവുമെല്ലാം സാധാരണ ചട്ടപ്രകാരം മാത്രമാണ് പ്രതികൾക്ക് അനുവദിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.